ഖുറൈശിത്താറാവാട്ടിൽ അബ്ദുൽ മുത്താലിബിൻ പുത്രനാം അബ്ദുള്ള വളർന്നു. കോമളമായ മദീനാപുരി ഇന്ന് വേളി കഴിക്കുന്നു. മംഗകൾ കണ്ടാൽ കൊതിക്കുന്ന സുന്ദരിയാണല്ലോ ആമീന. മക്കയിൽ മാരനുമായൊട്ട് ദാമ്പത്യ ബന്ധത്തിൽ പെട്ട് വസിക്കുന്നു. പരിശുദ്ധ മക്ക നഗരത്തിൽ ഖുറൈശി തറവാട്ടിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇളയപുത്രൻ അബ്ദുല്ല മദീനയിലെ വഹബിന്റെ മകൾ സുന്ദരിയും സുശീലയുമായ ആമിന ബീവി വിവാഹം ചെയ്തു ജീവിതം നയിച്ചു വരവേ ജ്യേഷ്ഠനായ ഹാരിസും ഒരുമിച്ച് കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോയി. ഭർത്താവിന്റെ ഈ യാത്ര ഗർഭിണിയായ ആമിന ബീവി നിത്യദുഃഖിതയാക്കി. പ്രാണപ്രിയന്റെ തിരിച്ചുവരവും പ്രതീക്ഷിച്ച് ആമിന കാത്തിരുന്നു. കാത്തിരുന്നു നാരി കുഴഞ്ഞല്ലോ, കരൽ തുടിക്കുന്ന വേദനയിൽ പിടഞ്ഞല്ലോ. കണവനെ കാണാൻ കണ്ണ് കൊതിച്ചല്ലോ, അന്ന് തുണയില്ലാതാമിന ബീവി തളർന്നല്ലോ. വ്യാപാരാർത്ഥം സിറിയയിലേക്ക് പോയിരിക്കുന്ന അബ്ദുല്ല വരുന്നതും നോക്കി മണ്ണും ആകാശവുമായി ഉമ്മവെച്ച് കിടക്കുന്ന സഹാറ മരുഭൂമിയുടെ അങ്ങാ തലയ്ക്ക് നേത്രങ്ങൾ വായിച്ചുകൊണ്ട് ആമിന നിൽക്കും. ഒരു ദിവസം രാത്രി അശ്വമുകളിലേറി ഹാരിസോടി വന്നു. വേഗം ആമിനയിൽ കാര്യമെല്ലാം ഓതിടും. എൻ പ്രിയ സോദരനിന്ന് മൺമറഞ്ഞു പൊന്നെ, എന്നും ദുഃഖം കേറ്റി നമ്മെ വേർപിരിഞ്ഞു. കുഞ്ഞെ ആമിന, നിന്റെ ഭർത്താവും എന്റെ സഹോദരനുമായ അബ്ദുല്ല ഇനി ഒരിക്കലും ഈ കുടുംബത്തിൽ തിരിച്ചു വരികയില്ല. ആ ജീവിതം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഈ വിവരം ശ്രവിച്ചയുടൻ ആമിന മാറത്തടിച്ച് നിലത്ത് വീണു. തണ്ടറ്റുവാരി കൊഴിഞ്ഞു വീണൊരു തൂമലരിന്തളം പോലവേ പൊൻകൈതപ്പൂമയാളാം ആമിനാബി പൊട്ടിക്കരഞ്ഞു പറയുന്നു. എൻ പ്രാണനാഥൻ എന്നിൽ നിന്നകന്നു, എൻ മാനക്കോട്ടകളാകെ തകർന്നു. എന്നെന്നും കണ്ണീർ കടലിൽ ഞാൻ താണ്, എന്തിനായി ജീവിതം ഇനി ഞാൻ തുടരുന്നു. പ്രാണനില്ലാതുള്ള ജീവിതം റബ്ബുൽ ആലമീനെ എനിക്കേകല്ലേ. ഭാരം വിഷാദത്തിൽ മൂമെന്നെയും വേഗം വിളിക്കൂ റഹ്മാനേ. ആമിന പൊട്ടിക്കരയുകയാണ്. എനിക്കെന്റെ ഭർത്താവുമായി ഒരു വർഷം പോലും ജീവിക്കുവാൻ കഴിഞ്ഞില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ ചോരപ്പൈതലിന്റെ പിഞ്ചുമുഖം കാണുന്നതിന് പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇനി ഞാനെന്തിന് ജീവിക്കുന്നു? ഭർത്താവിന്റെ വേർപാടോർത്ത് ആമിന ബീവി വിങ്ങപ്പെട്ടുന്ന സന്ദർഭങ്ങളിൽ ഭർത്തൃപിതാവായ അബ്ദുൽ മുത്തലിബ് മരുമകളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. കരയല്ലേ കരയല്ലേ കണ്ണൂനി സോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് ഫലം കുഞ്ഞേ. എന്റെ കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണോളെ നിന്നെ പോലെ. കരയല്ലേ കരയല്ലേ കണ്ണൂനി ചോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് ഫലം കുഞ്ഞേ. എന്റെ കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണോളെ നിന്നെ പോലെ. മാറത്താടിച്ചു ദുഃഖം കേട്ടിടല്ലേ മകളെ, മാരന്റെ വേർപാടോർത്തികാരെയല്ലേ പോരൂളെ. മരണത്തെ ഭയന്നോടി പോകാൻ ഗീതം കേവിടെ, മാനവർ മാരിക്കുമെന്നറിയില്ലേ ഇവിടെ. എങ്ങനെയപ്പോൾ എവിടുന്നാണെന്ന് ആർക്കറിയാം, എല്ലാം ഒരു നാൾ മണ്ണിലടിയുന്നു. ആമീന ബീവി ലഭിച്ചു കഴിയല്ലേ, വിധിയെ പഴിച്ചിടല്ലേ. കരയല്ലേ കരയല്ലേ കണ്ണുനീർ ചോരിഞ്ഞിടല്ലേ, കരഞ്ഞിട്ടെന്താണ് ഫലം കുഞ്ഞേ. എന്റെ കരളായ മകൻ പോയ വ്യസനത്താൽ ഞാനും എത്ര കരയണം മോളെ നിന്നെ പോലെ. മാസം പലത് കഴിഞ്ഞു. ആമിന ബീവികൾ രൂപം കൊണ്ടിരിക്കുന്ന ആ ശിശു ഭൂലോകം കാണുവാൻ പോവുകയാണ്. ഒരു ദിവസം രാത്രി പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നൊരു രാത്രി, പരിശുദ്ധ നബിയുടെ ജനന രാത്രി. പകൽ പോലെ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നൊരു രാത്രി, പരിശുദ്ധ നബിയുടെ ജനന രാത്രി. മക്ക നിവാസികൾ ഗാഢമായ നിദ്രയിൽ ലയിച്ചു കഴിഞ്ഞു.
റബീഉൽ അവ്വൽ മാസം 11 ഞായറാഴ്ച രാത്രി പകുതി കഴിഞ്ഞു. മുന്തിരി കാടുകളും ഈന്തപ്പന തോട്ടങ്ങളുമെല്ലാം ആ വെണ്ണയുള്ള രാത്രിയിൽ ഇളം തെന്നലിൽ ഉരഞ്ഞാടുകയാണ്. പാതിരാ പക്ഷികൾ മധുരഗാനങ്ങൾ ആലപിച്ചു. സർവ്വലോക പരിപാലകനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അന്ന് അറേബ്യയിൽ പല അത്ഭുത കൃത്യങ്ങളും ഉണ്ടായി. മദ്യക്കുപ്പികളൊക്കെയും അങ്ങ് മണ്ണിലുടഞ്ഞു തകരുന്നല്ലോ. മദ്യപ്രിയർ അറബികൾ അകിലം ഞെട്ടിവിറച്ചുണരുന്നല്ലോ. മണ്ണിലും വെണ്ണിലും മുത്തുറസൂലിന് സ്തുതിഗീതം ഉയരുന്നല്ലോ. മന്നവൻ കൽപ്പന പോലെ മലക്കുകൾ വാനിൽ നിരന്നു കഴിഞ്ഞല്ലോ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 ഖുർആനിലെ അന്ത്യറസൂൽ പിറന്നല്ലോ. പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ലോകത്താശ്ചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ക്രിസ്തുവർഷം 571 ഏപ്രിൽ മാസം 20-ാം തീയതി രാത്രി അബ്ദുൽ മുത്തലിബിന്റെ വസതിയിൽ ആമിന ബീവിയുടെ വയറ്റിൽ നിന്നും അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക നഗരത്തിൽ അവതരിച്ചത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം നടത്തുന്ന അഹദവനല്ല, അടവയും പുകഴ്ത്തുന്നോൻ അൽഹംദുലില്ലാഹ്. അധികാരം നടത്തുന്ന അഹദവനല്ല, ഇനതുണയില്ലാതൊന്നി പിതാമാതവില്ല. ഇനം സർവത്തിനും ഭക്ഷ്യം കൊടുക്കുന്നോനല്ല, അധികാരം നടത്തുന്ന അഹദവനല്ല. അന്ധതയുടെ കരിമ്പടത്തിനുള്ളിൽ അറബി നാട് മാത്രമല്ല ലോകം മുഴുവനും അമർന്നുറങ്ങുകയായിരുന്നു. കൊള്ളയും കൊലയും കൂത്തും കൂത്താട്ടവും മദ്യപാനികളുടെ മതോന്മത്തതയും എങ്ങും നിറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന്റെ ദീപശിഖയുമേന്തി അള്ളാഹുവിന്റെ റസൂൽ മനുഷ്യവർഗത്തിൽ നിന്നും ജന്മമെടുത്തു. പാപം പലവിധത്താവക്കാറുകൾ മാറ്റുവാൻ പാലിനാവളി തൂകി റസൂലുള്ള. ധാർമ്മിക വൈര്യ കുറേശ് സമൂഹം പാലിൽ മോഹം വാരിൻ പാടാകും പുതുവേദം ചെന്നബു താലിബെ കണ്ടു ധരിപ്പിക്കാൻ. കാലം നിറഞ്ഞാബുൽ ഹക്കമും കൂടെ ഉത്തൂപത്തും കലഹം വീക്ഷിക്കും നബു സുബിയാനും ബിൻഷൈബത്തും. കലിയൻ ഒലീതും കൊലകാംക്ഷികളാം ചിലവേരൊത്തും കൽബും തീക്കൽ പോലെ ജ്വലിപ്പിച്ചന്തരല്ലോർത്തും. സ്വർണ്ണക്കൻ വർണ്ണത്തിൽ പട്ടുകളാൽ തിരവസ്ത്രമണിഞ്ഞു സരളപ്പൊൽ വൈരങ്ങൾ ജരികിൽ വെച്ചു പതിച്ചു കഴിഞ്ഞു. കോമളത്തലപ്പാവുകൾ കെട്ടി പോയിടുന്ന അബൂ താലിബിൻ വീട്ടിൽ. നബിയുടെ ദിവ്യ ഉപദേശങ്ങൾക്ക് അവിശ്വാസികളായ അറബികളുടെ മധ്യത്തിൽ ആദ്യം വലിയ സ്ഥാനമൊന്നും ലഭിച്ചില്ല. പ്രവാചക പ്രഭുവിന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശക്തിമത്തായ ശത്രു സംഘങ്ങൾ തന്നെ ഉണ്ടായി. ഖുറൈശി പ്രമാണിമാരിൽ ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു വരുന്ന അബൂ താലിബിന്റെ സന്നിധിയിൽ ചെന്ന് പരാതി ബോധിപ്പിച്ചു. തന്റെ സഹോദരപുത്രനെ സമീപത്ത് വിളിച്ച് അബൂ താലിബ് പറഞ്ഞു, പൊന്നും നാണേക്കും പൂമോനെ പൂർണ്ണാനിരാജനെ പൂവാരം രണ്ടും വാഴ്ത്തും പുണ്യശ്രീദീപം നീ തന്നെ പണ്ടേ നാം ആരാധിക്കും പരമേഷ്ടികൾ തെറ്റാണം പതിരാം ആദരേശം വേണ്ടം പറയും നെൻ പ്രാണബന്ധുക്കൾ. പിതാവിന്റെ ഉപദേശം ഹൃദയശുദ്ധിയോടെ ശ്രമിച്ച പ്രവാചകൻ പ്രതിവചിച്ചു, എന്റെ പിതാവെ, അങ്ങേ ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന ഏക ഇലാഹിന്റെ കൽപ്പന സ്വീകരിക്കാനും അവ മനുഷ്യരെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനുമാണ് എന്നെ ഈ ഭൂമുഖത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ആകയാൽ എന്റെ ആദർശത്തിനും ഉപദേശത്തിനും വിഘാതം ഏർപ്പെടുന്ന യാതൊന്നും ഇനി അങ്ങയിൽ നിന്നും ഉണ്ടാകരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. സഹോദരപുത്രന്റെ മറുപടി അബൂ താലിബിനെ സന്തുഷ്ടനാക്കി മകനെ കെട്ടിപ്പുണർന്ന് കവിൾത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് ഇപ്രകാരം അറിയിച്ചു, കരളാലിയുന്ന വാക്ക് പറയണ്ടാവൂ മകനെ, മറയ്ക്കണ്ട ഭൂതുവേദം വീതി വാക്യങ്ങൾ. എന്റെ ഉയിരിരിക്കും വരയ്ക്കും ഉറവിതരും നിനക്ക് ഉന്മേഷത്തോടെ ദീനെ നടത്തിടുക, മോനെ നടത്തിടുക. അബൂ താലിബിന്റെ സംരക്ഷണയും പിന്തുണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിക്ഷിപ്തമായതോടുകൂടി ശത്രുക്കളുടെ കോപാഗ്നി ആളിപ്പടർന്നു. അതിന്റെ ജ്വാലയിൽ
പ്രവാചകൻ എറിഞ്ഞ് ചാമ്പലാകുമെന്ന് അവർ വിശ്വസിച്ചു. എല്ലാ പ്രതീക്ഷകളും തകർന്നതോടെ അന്തിമമായ നടപടി ആവിഷ്കരിക്കുന്നതിന് പിന്നീട് അവർ അബുൽ ഹക്കമിന്റെ, അതെ അബൂജാഹിലിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നു. വീരോചിത ശ്രീമാൻ അബ്ദുൽ മുത്തലിബ് ഓമന മകനാം മറഞ്ഞു പോയ കോമളൻ അബ്ദുല്ലായുടെ പുത്രൻ വീര്യം പറഞ്ഞും കൊണ്ടിരുന്നൊരു പുത്രൻ വേദം സമർപ്പിക്കാൻ സബബെന്താണ്? ഇതുവരും കൂഴപ്പമാണ്, അബിലായിൽ തകർച്ചയാണ്. പലരും പല ഉപായങ്ങളും ചില അഭിപ്രായങ്ങളും പുറപ്പെടുവിച്ചു. ഒടുവിൽ അബൂജാഹിൽ കരുതുള്ളിക്കൊണ്ട് പ്രസ്താവിച്ചു, മുഹമ്മദിൻ തലകൊയ്താൽ അഹന്തതകർന്നിടും. ആരുണ്ട് ധൈര്യവാനീ സദസ്സിൽ? ആരാകിലും പാരിതോഷികമെത്രയും ആവശ്യമെന്നോണമർപ്പിക്കും ഞാൻ. നിർത്തു അബുൽ ഹക്കമേ നിന്റെ വെല്ലുവിളി. അറബികൾ മൂഢന്മാരും ഭീരുക്കളും കെൽപ്പില്ലാത്തവരുമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുന്നു. അറേബ്യൻ സിംഹമെന്നറിയപ്പെടുന്ന എന്റെ പേര് കേൾക്കുമ്പോൾ ഓരോരുത്തരും നടുങ്ങുകയും വിറയ്ക്കുകയും ചെയ്യും. ഞാൻ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. ധീരനായ ഉമറിന്റെ മുമ്പിൽ മുഹമ്മദിനെ എരിച്ചു കൊല്ലാവുന്ന ഒരു പ്രാണി മാത്രമാണ്. നാം വിശ്വസിച്ചു പോരുന്ന നമ്മുടെ പൂർവിക സിദ്ധാന്തങ്ങൾ തകിടം മറിക്കുവാൻ ശ്രമിക്കുന്ന മുഹമ്മദിന്റെ ശിരസ് ഈ വാളിന്റെ മുനകിൽ നിങ്ങളുടെ മുമ്പിൽ ക്ഷണം കൊണ്ടുവരുന്നതാണ്. എന്നാൽ അബുൽ ഹക്കം വാഗ്ദത്തം ചെയ്തിട്ടുള്ള പാരിതോഷികം നൽകാതിരുന്നാൽ ഈ ഉമറിന്റെ കണ്ഠനാളത്തിൽ ശ്വാസം തങ്ങി നിൽക്കുന്നിടത്തോളം കാലം അത് വാങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സിംഹത്തെ പോലെ കരുതിച്ചുകൊണ്ട് അറികൾ ഘടിപ്പിക്കുന്ന ഘട്ടം വലിച്ചെടുത്ത് ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസ് ശത്രുക്കൾക്ക് കാഴ്ചവെക്കുവാൻ ഉമർ ഇറങ്ങി പുറപ്പെട്ടു. ജഗന്നിയന്താവായുള്ള റബ്ബിന്റെ അന്ത്യപ്രവാചകനായ നബിയെ വധിക്കുവാൻ ജയധ്വനി മുഴക്കിക്കൊണ്ടു ഉമർ അബൂജഹലോട് പറയുന്നു കോപത്താൽ, ജഗദീശൻ ഹുബുല്ലൈല പേരിൽ സത്യമുരച്ചു, ജയഭേരി മുഴക്കും ഞാൻ മുഹമ്മദെ വധിച്ചു. ജനനാഥൻ അബൂജാഹിൽ ഇതി കെട്ടി ചിരിച്ചു, ജോലിക്കുന്ന ഈരെ കണ്ണും കണ്ണൽ പോലെ തിളച്ചു. ജാഗ്രതൻ ഉചിതക്കരവാളും ഊരി കാണിച്ചു, ജാറയിൽ പ്രതിഫലം തരുന്നില്ലെങ്കിൽ നീ സൂക്ഷിക്കൂ, കൊണ്ടുടൻ വരും തല ഞാൻ കണ്ട് സന്തോഷിച്ചിടൂല. ജഗന്നീ എന്താവായുള്ള റബ്ബിന്റെ അന്ത്യപ്രവാചകനായ നബിയെ വധിക്കുക. പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയഴും ദിലിബാസിജമൈന്റെ പുതുമാ കസവിട്ടുകൾ വയറ്റ ഹറീറുമുടുത്തിടവേ മിക മികവായ വട്ടുകളാൽ ഉളമേന്മ ചട്ടകളും അരൈനാട ചൊട്ടികളും പല പണി പുതുവായെടുത്തൊരു കാറ്റം വിരൽക്ക് വധിച്ചിടരായി. മറിയും തുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജതി ചൂടി മനതിൽ കിവിരത്തിനയേറുവരത്തിനയും ചിരമായി പുനയവനാഗവജ്ജിരമാം ഒരു വാൾ കൈക്കകമേ നടുമേട വട്ടയുമേ അതിനകം മഹാവേരുകളൊക്കെ ഗിരത്തിലെടുത്ത് മതിച്ചിടവേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നശിപ്പിക്കുവാൻ ഖുറൈശ് നേതാവായ അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്നും ഒരു കൂട്ടം അന്ധവിശ്വാസികൾ മദീനയിലേക്ക് പുറപ്പെട്ടു. പല സ്ഥലങ്ങളും കടന്ന് അവർ ബദറിൽ എത്തിച്ചേർന്നു. അമരേറേവേറ്റപോൽ അമർഗീരി ചേർത്തോരും അരികോരും ദൂബാപൂരിയും വീട്ട് മുതിരവേ ആണേ ബാദരന്റെ സ്ഥാനത്തെത്തി. അമരപാവൽ വെറ്റ് റമദാൻ പാദീനേടും അരിമക്കീളം വെള്ളി ഇരവിൽ ഈശ സമയമിൽ അത്താനത്തെത്തി അടിത്താർ കൈമാം. പരിശുദ്ധ റമദാൻ മാസം 17 വെള്ളിയാഴ്ചയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം
ബദറിലെത്തി താവളമടിച്ചു. തുടരൈ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും പതയോട് തുടികൾ ദപ്പുകളും കൈമണി തൊലികൾ താശകളാൽ. തുടരൈ മദ്ദളവും മുരശോട് മറുവ ഒറ്റകളും പതയോട് തുടികൾ ദപ്പുകളും കൈമണി തൊലികൾ താശകളാൽ. കൊടുമ പുല്ലുകൾ പൂല ശൂളകൾ കൊമ്പ് ശങ്കുകളാൽ തകൃതികൾ കോള് താളമേ ഓടിച്ചാടിയും സപ്പ് നിൽപ്പുകളാൽ. ശത്രുക്കൾ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കൊടികളെടുത്ത് ഒന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനും, രണ്ടാമത്തേത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനും, മൂന്നാമത്തേത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയിലും കൊടുത്തു. അവർ സൈന്യത്തിന്റെ മുൻപന്തിയിൽ കൊടികൾ ഉയർത്തിപ്പിടിച്ചു. ഉറപ്പിപ്പാൻ അരുൾ കേട്ട് സഹാബാക്കൾ നിലത്തെ ഉശിർമയിൽ കൊടികളും അണികളിൽ പിടിത്തേ. ഉറപ്പിപ്പാൻ അരുൾ കേട്ട് സഹാബാക്കൾ നിലത്തെ ഉശിർമയിൽ കൊടികളും അണികളിൽ പിടിത്തേ. ഇരുവൂരം ദാഹയറിനാൽ നിലക്കവെ ഈകൾ ഹംസ ഷഗീബത്തുമായി തിരക്കവെ ഉരം മരേശരെ ഹംസരാൻ അടുക്കവെ ഒരു വെട്ടി കൊടയുടനെ തടുക്കവെ ഈറമുറ്റി കൂട ശൈവത്തേക കുത്ത് താനൊരുത്ത് തേറി ഹംസ പാടകൾക്ക് താനടുത്തിട്ടോന്തടുത്ത് തടവൊടു നീട്ടും അടവൊടു ചാട്ടും തടമിട അടൽ കൊടെ തുടർ വിന കടുകട തടിവെടും വിന പലപാടും എത്തിര തൊഴിൽ കാര്യക്ഷണമാൽ. 2 വശങ്ങളിൽ നിൽക്കുന്ന സൈന്യങ്ങൾക്ക് ആവേശം പകർന്നു കൊടുക്കുന്ന തരത്തിലായിരുന്നു യുദ്ധം ആരംഭിച്ചത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റ് ശൈബത്ത് നിലംപതിച്ചയുടൻ അലിയാർ തങ്ങളുടെ ഗർഗം ഒരീദിന്റെ ശിരസിനെ താഴെ കിട്ടു. പക്ഷേ വൃദ്ധനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിന്റെ വെട്ടുകൊണ്ട് ബദറിൽ വീണു കിടന്നു. കോപം സഹിക്കവയ്യാതെ ഹംസയും അലിയും ചേർന്ന് ഉത്ബത്തിനെ വത്തി താഴെ ഇട്ടതിനു ശേഷം ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് റസൂലിന്റെ സമീപത്തേക്ക് നടന്നു നീങ്ങി. വേദന വിതുമ്പുന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, ഉഗന്ധനജിയുള്ളവരി ഉടയോൻ പുകഴിന്തേറ്റ റസൂലുള്ളാവേ വെണ്ട കളം വിട്ട് തിരിന്തോനാനേ വെളിമൂർ ഷഹീദാമോ അനാവന്മാനേ. ഞങ്ങളുടെ നേതാവായ റസൂലെ, രണാങ്കണവും വിരിഞ്ഞ് ദൂരെ കിടക്കുന്ന എനിക്ക് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമോ എന്ന് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത് കണ്ട് മറ്റ് സഹാബികളും പൊട്ടിക്കരഞ്ഞു. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ബദറിൽ വെച്ച് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു രക്തം ചൊരിഞ്ഞു. പെട്ടെന്ന് അബൂജഹലിന്റെ സമൂഹത്തിൽ നിന്നും ഒരു യോദ്ധാവ് കുതിരപ്പുറത്ത് കയറി വന്ന് സഹാബികളോട് ചോദിച്ചു, ഓയത്താൽ പൊരിതുവാനും അതിൽ എനിക്കിണയാരൊരു ഉത്തരെങ്കിലും ഉണ്ടെങ്കിൽ വരുതിരക്ഷണമിൽ ഫലമറിയുമേ മൊഴിയായി. ആയത്താൽ തനൈ വളരും അതും കരുത്ത് വമ്പും എടുത്ത് കൂറവെ ആദര തരുൽ നബിയില ചില ഐബുകളും ഉരയായി. ബദറിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ 14 മുസ്ലിമീങ്ങൾ രക്തസാക്ഷികളായി, 70 അമുസ്ലിമീങ്ങൾ വധിക്കപ്പെടുകയും ചെയ്തു. അബൂജഹലിന്റെ ശിരസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുറിച്ചെടുത്ത് നബിയുടെ സമീപത്ത് കൊണ്ടുവന്നു. ആ ശിരസ് കണ്ടപ്പോൾ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രവാചകന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും എന്റെ സമുദായങ്ങൾ വെച്ച് ശ്രേഷ്ഠവും എന്റെ ശത്രുക്കൾ വെച്ച് ക്രൂരനുമാണ്. മരണസമയത്ത് പോലും അയാൾ എന്നെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. ബദരീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അധിപതിയോനെ
യാ സുബ്ഹാനേ അഖിലവും പോറ്റും അഹിതവൻ നീയേ അധിപതിയോനെ യാ സുബ്ഹാനേ അധിപതിയോനെ യാ സുബ്ഹാനേ അഖിലവും പോറ്റും അഹിതവൻ നീയേ ഇഹപരലോകം സൃഷ്ടിച്ചതും നീ റസൂൽ നബിയെ പടച്ചതും നീ ഇഹപരലോകം സൃഷ്ടിച്ചതും നീ റസൂൽ നബിയെ പടച്ചതും നീ കരുണാനിധിയെ ഗഫൂറുർ റഹീമേ കരുണാനിധിയെ ഗഫൂറുർ റഹീമേ കനിവന്നിരന്നും ഏകിടു നീ കനിവന്നിരന്നും ഏകിടു നീ അധിപതിയോനെ യാ സുബ്ഹാനേ. ഈജിപ്തിലെ രാജാവായിരുന്ന ഫിർഔന്റെ സൂക്ഷ്മത്തിന് അതീതമായി ഇമ്രാന്റെ ഭാര്യ യൂഹാനിത് ചന്ദ്രനേക്കാൾ പ്രകാശമേറിയ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഓരോ വീടും പരിശോധന നടത്തി ഫിർഔന്റെ പരിചാരകന്മാർ തന്റെ ഭവനത്തിലേക്ക് ഓടി വരുന്നത് യൂഹാൻ കണ്ടു. പെട്ടെന്ന് ആ മാതാവ് തീ എരിഞ്ഞുകൊണ്ടിരുന്ന അടുപ്പിനകത്ത് മകനെ മറച്ചു വെച്ചു. യൂഹാനെ പരിശോധിച്ചവർ മടങ്ങിയതിനു ശേഷം ശിശുവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്ന് കരുതി അടുപ്പ് തോണ്ടി നോക്കി. എന്തൊരത്ഭുതം! കരയാതെ എരിയാതെ പൈതൽ സുഖമായി കനലിന്റെ നടുവിൽ കിടക്കുന്നു. കരയാതെ എരിയാതെ പൈതൽ സുഖമായി കനലിന്റെ നടുവിൽ കിടക്കുന്നു. കനിമോനെ വാരിപ്പുണർന്ന് നോക്കും നേരം കരത്തിലായൊരു കനി കാണുന്നു. കനിമോനെ വാരിപ്പുണർന്ന് നോക്കും നേരം കരത്തിലായൊരു കനി കാണുന്നു. യൂഹാൻ വളരെ സന്തോഷിച്ചു. കരുണാനിധിയായ റബ്ബേ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എന്റെ കുഞ്ഞിനെ ഫിർഔന്റെ ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ നീ എനിക്കൊരു മാർഗം കാണിച്ചു തരണമേ. അള്ളാഹു കൽപ്പിച്ചു. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഈഹി ഫൈദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ബിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസയുടെ മാതാവിനെ നാം ഇപ്രകാരം അറിയിച്ചു, അതിന് നീ മുല കൊടുക്കുക. അതിന്റെ കാര്യത്തിൽ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നീ സമുദ്രത്തിൽ ഒഴുക്കിക്കൊള്ളണം. നീ ഭയപ്പെടേണ്ട, നീ ദുഃഖിക്കുകയും വേണ്ട. ഞാൻ അതിനെ നിന്റെ അടുക്കൽ തന്നെ മടക്കി അയക്കുന്നതും അതിനെ പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. മനവേദനയാലെ മകനെയെടുത്തു മിഴികൾ നിറഞ്ഞ് തുളുമ്പി മാറിലണച്ചു ഉമ്മ കൊടുത്തു നദിയിലൊഴുക്കുവാൻ വേണ്ടി മാതാ നീങ്ങുകയാണതിവേഗം. മകനെ കുളിപ്പിച്ച് പട്ടുടുപ്പണികിച്ച് പെട്ടിക്കുള്ളിൽ പഞ്ഞു വിതറിയതിനു ശേഷം കുട്ടി അതിനകത്ത് വെച്ചു. പെട്ടി ശിരസിലേറ്റി യൂഹാൻ നദീതീരത്തേക്ക് നടന്നു. ആരും കാണാതെ മൂസാ നബി അലൈഹിസ്സലാമയെ മാതാവ് നൈൽ നദിയിൽ ഒഴുക്കി. കുഞ്ഞോളങ്ങളെ മുറിച്ചുകൊണ്ട് പെട്ടി ഒഴുകിപ്പോകുന്ന കാഴ്ച ഹൃദയവേദനയോടുകൂടി യൂഹാൻ നോക്കി നിന്നു. പുത്രന്റെ വേർപാടിൽ ദുഃഖിതയായ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. 6 നാളിലാകെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനെ ആദിപിതാവാദമിന്റെ സന്തതിക്കൂടെയവന് എന്റെ പിഞ്ചു പൈതലീന് കാത്തിടണം തമ്പുരാന്. എന്നുമെന്റെ സംഗീതം നീ തീർത്തിടണം രക്ഷിതാവേ. യൂഹാൻ വീട്ടിലേക്ക് മടങ്ങി. നദിയിൽ ഒഴുക്കിയ പെട്ടി ഫിർഔന്റെ ഉദ്യാനത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആ തോട്ടിൽ പ്രവേശിച്ചു. ഫിർഔനും അയാളുടെ ഭാര്യ ആസിയ ബീബിയും ചേർന്ന് പെട്ടിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവച്ചു. പെട്ടിക്കകത്തൊരു സുന്ദര കുട്ടൻ പുഞ്ചിരി തൂകിക്കിടക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന പൂമുഖത്തിന് ശോഭ കൊട്ടാരം വീശിയടിക്കുന്നു. പെട്ടിക്കകത്തൊരു സുന്ദര കുട്ടൻ പുഞ്ചിരി തൂകിക്കിടക്കുന്നു. വെട്ടിത്തിളങ്ങുന്ന പൂമുഖത്തിന് ശോഭ കൊട്ടാരം വീശിയടിക്കുന്നു. സൗന്ദര്യം വാർന്നൊഴുകുന്ന ഒരു ശിശു പെട്ടിക്കുള്ളിൽ കിടന്ന് കളിക്കുന്ന കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. ആ കുട്ടി തന്റെ ശത്രുവായിരിക്കുമോ എന്ന് ഫിർഔൻ സംശയിച്ചു. എങ്കിലും ഭാര്യയുടെ അപേക്ഷ പ്രകാരം
കുട്ടിയെ വളർത്തുവാനും അതിന് പാല് കൊടുക്കുവാൻ സാമർഥ്യമുള്ള സ്ത്രീകൾ ഏതാണെന്നും ആ ഭരണാധികാരി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ മഹാഭാഗ്യം യൂഹാന് സിദ്ധിച്ചു. വേദനയേറെ സഹിച്ചു പെറ്റുള്ള മാതാമൂലപ്പാലൂട്ടുമ്പോൾ വേഗം കടന്ന് പിടിച്ചു കൺമണി പാല് കുടിക്കുണ്ടാർത്തിയാൽ പുഞ്ചിരി തൂകുന്ന കുഞ്ഞുമകന്റെ ചെഞ്ചുണ്ടിലായിരം ചുംബനമേകി പോകാനൊരുങ്ങുമ്പോൾ ആസിയ ബീവി പാല് കൊടുക്കുവാൻ കൽപ്പനയെ മനരാരിൽ വേദന തീർത്ഥനാഥനോ ഏറ്റം തിരീശമായി തേടിയേ മന്നാനെ നീയല്ലാതാരുമില്ലെന്റെ കുഞ്ഞിനെ പോറ്റി വളർത്തുവാൻ. ആദം യദീസൊടനൂഹും ഊതും നബി സാലിഹ് ലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യൗഖൂബും നിണ്ടും അതിമുഖലെങ്കും പവിഴമ്പോൾ അഴകിലും അരശനം തിരിയൂസുവരും അണികളിൽ വിരസിടും നബി അയ്യുബവരും ശുഐബാദിബാദി സുലൈമാനും ഹാറൂൻ നബിയും മൂസാ ദുൽകിഫിലിയൽ ഇല്യാസും യൂനുസുമേ സക്കരിയ ദാവൂദും യഹിയ ഈസാ തിരുനബി സല്ലല്ലാഹ് മുഹമ്മദ് തിരുനബി സല്ലല്ലാഹ്. മാനവ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിന് സൃഷ്ടാവിനാൽ നിയമിതരായിട്ടുള്ള പ്രവാചകന്മാരിൽ യൗഖൂബ് നബി അലൈഹിസ്സലാമിയുടെ കണ്ണിലുണ്ണിയും സ്നേഹവാദിനുമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. സൽഗുണ സമ്പന്നനും സൗന്ദര്യത്തിന്റെ പ്രതീകവുമായ ആ കുട്ടി ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് പിതാവിനോട് പറഞ്ഞു, ആവശ്യം നിറവേറ്റും ആനന്ദമുളവാക്കും ആധാരം പഠിപ്പിക്കും കരൽ വീരാവേ ആഗ്രഹം ജനിപ്പിച്ചു ആമോദിച്ചൊരു സ്വപ്നം ആവർത്തിരവിൽ ഞാൻ ഭയന്നു പോയേ ആദിത്യൻ മതിയൊപ്പം അലങ്കാര ശിശുക്കളായി ആരാധിച്ചനൈ മുൻപിൽ 11 പേർ. മകനെ, നീ ദർശിച്ച സ്വപ്നത്തിന്റെ അനന്തര ഫലം സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ്. 11 നക്ഷത്രങ്ങൾ നിന്റെ സഹോദരന്മാരും അത്രേ. ഇവർ ഒരു കാലത്ത് നിന്റെ മേൽനോട്ടത്തിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപുത്ര, നീ കണ്ട സ്വപ്നവും അതേപ്പറ്റി ഞാൻ പറഞ്ഞ അഭിപ്രായവും നിന്റെ സഹോദരന്മാരെ അറിയിക്കരുത്. കണ്ട് ഭയം കൊണ്ടക്കിനാവിന്തർത്ഥം കൽവിൽ ഉറപ്പായി കരുതേ കൊൽക നിന്റെ വിവരങ്ങൾ ഓരോരുത്തരോടും വിവരിച്ചിടേണ്ടാനി കെണികീരാകും. യൂസുഫ് നബിയുടെ സ്വപ്നം യൗഖൂബ് നബി അലൈഹിസ്സലാം വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ മറഞ്ഞു നിന്ന് ശ്രവിച്ചു. ആ സ്ത്രീ മറ്റുള്ള സന്താനങ്ങളെ വിവരമറിയിച്ചു. ഏത് വിധേനയും യൂസുഫിനെ നശിപ്പിക്കണമെന്ന് അസൂയാലുക്കളും കുബുദ്ധികളുമായ സഹോദരന്മാർ തീർച്ചപ്പെടുത്തി. അനുജനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് തങ്ങളെന്ന് പിതാവിനെ വിശ്വസിപ്പിച്ചുകൊണ്ട് വിനോദത്തിന് പോകുന്നു എന്ന വ്യാജേന യൂസുഫിനെയും കൊണ്ട് അവർ കാട്ടിലേക്ക് തിരിച്ചു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറന്നതോടുകൂടി യൗഖൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, കല്ലാക്കാവുടയോനെ കാനിവുള്ള റഹ്മാനെ കഴിവെല്ലാം നിനക്കാണ് ആദിമായോനെ നല്ലോനാം മകൻ യൂസുഫ് പറഞ്ഞെന്നെ തണിപ്പിച്ചു നഗരം വീട്ടവർ പോയി വിനോദത്തിനായി. വല്ലാതെ മാനം നീറി പൂകയും വ്യസനത്താൽ അഴകുള്ള യൂസുഫിന്റെ പടിപൂറ്റ ശരീരം കാത്തിടണം കോനേ. യൂസുഫും സഹോദരന്മാരും യാത്ര തുടർന്നു. എന്നും വിനോദത്തിൽ ഏർപ്പെടുന്ന സ്ഥലത്ത് പ്രവേശിച്ചതോടെ അവർ ആ കുട്ടിയെ ഉപദ്രവിക്കുവാൻ മുതിർന്നു. ജ്യേഷ്ഠന്മാരുടെ ക്രൂരം നിറഞ്ഞ പെരുമാറ്റവും പരിഹാസ വചനങ്ങളും ആ പിഞ്ചു ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരന്മാരോട് സഹായാഭ്യർത്ഥന ചെയ്തെങ്കിലും അവരിൽ നിന്ന് ലഭിച്ചത് പ്രഹരങ്ങളായിരുന്നു.
അവരുടെ ഏകോപിച്ചുള്ള തീരുമാനത്തിൽ യൂസുഫിന്റെ ഉടുപ്പ് ഊരിയെടുത്തത് മാത്രമല്ല, ഘോര സർപ്പങ്ങൾ വസിക്കുന്ന ഉഗ്രമായ ഒരു കിണറ്റിന്റെ സമീപത്തേക്ക് ആ കുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് യൂസുഫ് കേണപേക്ഷിച്ചു. കാത്തുകൊള്ളാമമ്മേ വാക്തത്വം ചെയ്തിന്നി കാനനത്തിൽ കൊല ചെയ്യുകയാണോ, കാരുണ്യമേറുന്ന കൈകളാൽ കൊണ്ട് നനയ്ക്കുമൊരൽപ്പം ജലം തരിക, കൊണ്ട് നനയ്ക്കാൻ ജലം തരിക. പ്രിയരേഷ്ഠന്മാരെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ നിങ്ങൾ ഇപ്രകാരം ഉപദ്രവിക്കുന്നത്? കൊല്ലുവാൻ ഭാവിക്കുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എന്റെ കഠിനമായ ദാഹത്തിന് എനിക്കല്പം വെള്ളം കൊണ്ടു തരിക. ഇല്ലവരിൽ ഒരിച്ചു വെള്ളം. ദാഹിച്ചു ദാഹിച്ചു നീറിപ്പിടയ്ക്കണം, മൂർച്ഛിച്ചു വീണു മരിച്ചിടണം. ഞങ്ങളുടെ രാജാവേ, നിനക്ക് വെള്ളമോ? നീ സ്വപ്നത്തിൽ ദർശിച്ച സൂര്യചന്ദ്രന്മാരോട് ആവശ്യപ്പെടുക, അവരോട് സഹായം അഭ്യർത്ഥിക്കുക. ഹൃദയകാഠിന്യമുള്ള അവർ യൂസുഫിന് അലൈഹിസ്സലാമയെ പൊക്കിയെടുത്ത് ആഴമുള്ള കിണറ്റിലേക്ക് തള്ളി. അഗാധമായ കുഴികൾ പതിച്ച ആ ശിശു മിഴിനീർ തുടച്ചുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. 6 നാളിൽ ആകെയും സൃഷ്ടിച്ച പോലെ ആദി അന്തവുമില്ലാത്ത റബ്ബുൽ ആലമീനേ, നീറിനോവും നോർക്ക് രക്ഷ ചെയ്യുവോനെ, നീതിഹീനമായി വൻ കുണ്ടിൽ വീണ് വലഞ്ഞു ഞാനേ, ഏറെ നിന്നെ വാഴ്ത്തിടുന്നു ഹാദിറോനെ, എന്നെ ഏറ്റിമോക്ഷം നൽകുക റഹീമേ. യൂസുഫ് നബി അലൈഹിസ്സലാമയെ സഹോദരന്മാർ കിണറ്റിൽ നിക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് കുട്ടിയെ രക്ഷിച്ചു. അള്ളാഹു യൂസുഫിനെ ഇവിടെ ഇരിപ്പിടം പൂങ്കാവനമാക്കി തീർത്തു. അനുജൻ മരിച്ചു എന്ന് കരുതി സഹോദരന്മാർ കാട്ടിൽ കടന്ന് ഒരാടിനെ പിടിച്ചറുത്ത് രക്തം സഹോദരന്റെ ഷർട്ടിൽ പുരട്ടി ദുഃഖഭാവത്തോടെ എന്തോ നഷ്ടപ്പെട്ടതുപോലെ പിതാവിന്റെ സമീപത്തേക്ക് നടന്നു. നടന്നാലയ പടിക്കേലേക്ക്